ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ജീരകക്കഞ്ഞിയാണ്. നോമ്പ് കാലത്തൊക്കെ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടാക്കാറുള്ളൊരു ഡിഷ് തന്നെയാണ്. അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് നോക്കാം. ആദ്യം കഞ്ഞി ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 കപ്പ് പച്ചരി കഴുകിയെടുത്തതാണ്. അതെടുക്കുക. പച്ചരിക്ക് പകരം പൊടിയരി ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പിഞ്ച് ഗരം മസാല, 1 ടീസ്പൂൺ ആശാളി, 1/2 ടീസ്പൂൺ ഉലുവ. ആശാളിയും ഉലുവ എടുക്കുമ്പോൾ വെള്ളത്തിൽ കുതിർത്തി എടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയ കുക്കറായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കഞ്ഞിക്ക് ആവശ്യത്തിന് വെക്കണത്രയും വെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് സ്റ്റൗവിൽ വെക്കുക. പച്ചരി ആയതുകൊണ്ടൊരു 1-2 വിസിൽ മതിയാവും. ഈ കഞ്ഞിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 4-5 ചുവന്നുള്ളി ഇടുക. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. എന്നിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല പേസ്റ്റായിട്ട് വേണം കിട്ടാൻ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പ് ചേർത്തതിന് ശേഷം കഞ്ഞി ശരിക്കൊന്ന് ചൂടായാൽ മതി. ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.